ഡിപ്രഷൻ അഥവാ വിഷാദരോഗം ഈ പറയുന്ന 8 ലക്ഷണങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് ചെക്ക് ചെയ്യണേ. ഒന്നാമത്തത് ഒരു ആവശ്യമില്ലാണ്ട് വിഷമം വരാം. ഇത് ഏതെങ്കിലും ഒരു ദിവസം വിഷമം വരിക എന്നുള്ളതല്ല, ഇത് 1-2 ആഴ്ച നീണ്ടു നിൽക്കുക. രണ്ടാമത് പണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാതിരിക്കുക. ഓക്കെ. നാലാമത്തത് ഉറക്കക്കുറവ്, അതായത് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാത്ത അവസ്ഥയല്ല, ഏതെങ്കിലും ഒരു സമയത്ത് ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഉദാഹരണത്തിന് 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആൾക്ക് ഉറക്കം വരാത്ത അവസ്ഥ. ഓക്കെ. അഞ്ചാമത്തത് കോൺസെൻട്രേഷൻ്റെ കുറവ്, അതായത് ഏത് കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ആറാമത്തത് അകാരണമായിട്ടുള്ള കുറ്റബോധം, അതായത് ഞാനൊരു തോൽവിയാണ്, പണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ തൽഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വെറുതെ ഒരാവശ്യമില്ലാണ്ട് കുറ്റബോധം വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതൊരു ലക്ഷണമാണ്. ഇതിൽ മൂന്നാമത്തത് ഒരു കാര്യമില്ലാണ്ട് ക്ഷീണം വരിക, അതായത് അകാരണമായിട്ടുള്ള ക്ഷീണം. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ചടഞ്ഞിരിക്കാനോ ബെഡിൽ കിടക്കാനോ തോന്നുന്ന അവസ്ഥ. ഏഴാമത്തത് സ്ലോനെസ്, അതായത് നമ്മൾ നോർമലി ചെയ്യുന്നേക്കാളേറെ വളരെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനാണ് ഒരു ഏഴാമത്തെ ലക്ഷണമായിട്ട് കാണുന്നത്. എട്ടാമത്തത് വിശപ്പ് കുറവ്, അതായത് നമ്മൾ പണ്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് കഴിക്കാൻ തോന്നാത്ത അവസ്ഥ. കൂടാതെ ഭക്ഷണത്തിനോടുള്ള ഒരു വിരക്തി. ഇതൊക്കെയാണ് ഡിപ്രഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിൽ ഏതെങ്കിലും 1-2 ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 1-ൽ കൂടുതൽ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണേണ്ടതാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഡിപ്രഷൻ മാറാനുള്ള ഒരുപാട് വഴികളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ.